പേരാണ് സൂസൻ. ഇവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വരികയാണ്. അപ്പോഴാണ് കാണുന്നത് അവളുടെ ഫിയാൻസിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും റൂമിൽ ക്ലോസ് ആയി ഇരിക്കുന്നു. ഇത് കണ്ടതും സൂസൻ ഞെട്ടിപ്പോവുകയാണ്. കാരണം നാളെ രാവിലെ കല്യാണമാണ്. എന്നാൽ ഇപ്പോഴാണ് അറിയുന്നത് ഇവനൊരു ചതിയനാണ് എന്ന്. അങ്ങനെ സൂസന്റെ ഫിയാൻസി സൂസന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഇത് അറിയാതെ നടന്നതാണ്, നീ അത് കാര്യമാക്കണ്ട എന്ന്. അപ്പോൾ സൂസൻ അവനോടായി പറയുകയാണ്, എനിക്ക് ഈ കല്യാണം തന്നെ വേണ്ട എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, സൂസൻ, നിന്നെ കൊണ്ട് ഈ കല്യാണം നിർത്താൻ കഴിയില്ല. കാരണം നിന്റെ അച്ഛൻ ഈ കല്യാണത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇനി നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല, നീ നിന്റെ കാര്യം നോക്ക് എന്ന്. അപ്പോൾ സൂസൻ പറയുകയാണ്, ഞാൻ ഇന്ന് തന്നെ വേറൊരുത്തന്നെ കല്യാണം കഴിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, നാളെ രാവിലെ കല്യാണമാണ്, അതിനു മുന്നേ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. സൂസനാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ ദേഷ്യത്തിൽ സൂസൻ നേരെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു പയ്യനെ കാണുന്നു. അവനോട് ചോദിക്കുകയാണ്, നിനക്ക് കല്യാണമായോ എന്ന്. എന്നാൽ ഈ പയ്യനാണെങ്കിൽ ആരോടാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് കല്യാണമായിട്ടില്ല, കുട്ടികളും ഇല്ലേ എന്ന്. അപ്പോൾ സൂസൻ അവനോടായി പറയുകയാണ്, എന്നെ ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ നിനക്ക് $1,00,000 തരാമെന്ന്. അങ്ങനെ അവൻ ഓക്കെ പറയുകയാണ്. എന്നിട്ട് അവൻ അജിത്ത് എന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത് എന്നറിയാൻ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സമയത്ത് സൂസന്റെ ഫിയാൻസി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവളെ പിടിച്ചു മാറ്റി നിർത്തി അവളോടായി ചോദിക്കുകയാണ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വഴിയിൽ കൂടെ പോകുന്നവരെയാണോ നീ കല്യാണം കഴിക്കുന്നത്? എന്നെ പോലെ ഒരു പണക്കാരനെ കല്യാണം കഴിച്ചാൽ നിനക്കെന്താ പുളിക്കുമോ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. ഇത് കണ്ടതും അജിത്ത് അവരുടെ ഇടയിലേക്ക് കയറി നിന്ന് ഫിയാൻസിയെ പിടിച്ച് മാറ്റി നിർത്തുന്നു. എന്നിട്ട് അവനോടായി ചോദിക്കുകയാണ്, നീ ആരാണ് എന്റെ ഫ്യൂച്ചർ വൈഫിനോട് ഇങ്ങനെ തട്ടിക്കയറാൻ എന്ന്. ഇത് കണ്ടതും സൂസൻ ഒരുപാട് ഹാപ്പി ആവുകയാണ്. കാരണം ഒരിക്കൽ പോലും ഫിയാൻസി സൂസന്റെ ഒരു കാര്യത്തിലും ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അജിത്ത് സൂസന് വേണ്ടി ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പോൾ അവൾക്ക് അജിത്തിനോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ സൂസന്റെ ഫിയാൻസി, ഇവനെയെല്ലാം കല്യാണം കഴിച്ചാൽ നീ തെരുവിൽ ജീവിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ സൂസൻ പറയുകയാണ്, നിന്നെ പോലെ ഒരു ചീപ്പായ മനുഷ്യനെ കല്യാണം കഴിക്കുന്നതിലും ഭേദം ഇവനെ കല്യാണം കഴിച്ച് തെരുവിൽ ജീവിക്കുന്നതാണ് എന്ന്. എന്നിട്ട് സൂസൻ അജിത്തിന്റെ കൈയും പിടിച്ച് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അന്ന് തന്നെ അജിത്തും സൂസനും പ്ലാസ്റ്റിക് റിംഗ് എല്ലാം വാങ്ങിച്ചിട്ട് കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് സൂസൻ അജിത്തിനെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവൾ അജിത്തിനോടായി പറയുകയാണ്, ഇപ്പോൾ എന്റെ റൂമിൽ ആരുമില്ല എന്ന് പറഞ്ഞ് റൂം ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അജിത്ത് പറയുകയാണ്, നീ നിന്റെ ഫിയാൻസിയോടുള്ള ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിച്ചത്. എന്നാൽ എന്തായാലും ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും വേണ്ട എന്ന് അവളോട് പറയുകയാണ്. ഇത് കേട്ടതും സൂസൻ അജിത്തിനോട് പറയുകയാണ്, അതിന് ഞാൻ എന്റെ ഡ്രസ്സ് എല്ലാം എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. അങ്ങനെ അവർ ഡോർ തുറന്ന് റൂമിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് സൂസന്റെ ഫിയാൻസി സൂസന്റെ അച്ഛനെയും അമ്മയെയും അവിടെ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. സൂസന്റെ അച്ഛനും അമ്മയും സൂസനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂസന്റെ ഫിയാൻസി, ഇതുപോലുള്ള ലോക്കൽ ചെക്കന്മാരെ എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അജിത്ത് അവനോടായി പറയുകയാണ്, ആരുടെ ലോക്കൽ എന്ന്. അപ്പോൾ സൂസന്റെ അച്ഛൻ ഇടയിൽ കയറുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് സൂസനോടായി പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും അടുത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതെല്ലാം ക്ഷമിച്ച് അജിത്തിന് പൈസ കൊടുത്ത് ഒഴിവാക്കി ഇവരെ കല്യാണം കഴിക്കണം, നിന്റെ ഫ്യൂച്ചറാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന്. മാത്രവുമല്ല, ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിന് വരെ ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു. സിറ്റിയിലെ ഏറ്റവും വലിയ വിവാഹം നിന്റെ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അവളോട് പറയുകയാണ് അച്ഛൻ. അപ്പോൾ സൂസൻ പറയുകയാണ്, എനിക്ക് അജിത്തിനോടാണ് ഇഷ്ടം, ഞാൻ ഇനി അജിത്തിന്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന്. ഇത് കേട്ടതും അച്ഛന് ഒരുപാട് ദേഷ്യം വരുന്നു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ എന്റെ പൈസയിൽ നിന്നും 5 പൈസ ഞാൻ നിനക്ക് തരില്ല എന്ന്. മാത്രമല്ല, നിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ് എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ സൂസന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവൾ. കാരണം ഇവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ $1,00,000 അജിത്തിന് കൊടുക്കാമെന്ന് അവൾ അജിത്തിന് വാക്ക് കൊടുത്താണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് അവൾ. അപ്പോഴാണ് അജിത്ത് പറയുന്നത്, നിങ്ങളുടെ കാശ് ആർക്ക് വേണം, എൻ്റെ വൈഫിനെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് എനിക്കറിയാമെന്ന്. എന്നിട്ട് സൂസനെയും കൂട്ടി അജിത്ത് പുറത്തേക്ക് വരികയാണ്. ഇതൊക്കെ കേട്ടതും സൂസന് അജിത്തിന്റെ മേലുള്ള ലവ് ഒരുപാട് കൂടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്ന് ഒരു റോഡിന്റെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇവിടെയാണ് അവന്റെ ഫ്രൂട്ട്സ് ബോക്സുകളെല്ലാം വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഇന്ന് എവിടെ സ്റ്റേ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അജിത്ത് പറയുന്നത്, ഈ ഫ്രൂട്ട്സ് എല്ലാം വിറ്റിട്ട് വന്നാൽ ഇന്ന് രാത്രി ഹോട്ടൽ റൂമിൽ താമസിക്കാനുള്ള റെന്റ് നമുക്ക് കയ്യിൽ കിട്ടുമെന്ന്. ഇത് കേട്ടതും സൂസൻ, എന്നാ ശരി, നമുക്ക് ഫ്രൂട്ട്സ് വിൽക്കാൻ പോകാം എന്ന് പറഞ്ഞ് റെഡിയാവുകയാണ്. അപ്പോൾ അജിത്ത് പറയുകയാണ്, ഫ്രൂട്ട്സ് വിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതെന്റെ ഭാര്യ വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ വിറ്റോളാം.
തൽക്കാലം ഞാൻ വരുന്നത് വരെ നീ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് സൂസനെ അവിടെ ഇരുത്തി ആ ഫ്രൂട്ട്സ് ബോക്സ് എല്ലാം എടുത്തിട്ട് അജിത്ത് അവിടെ നിന്നും പോവുകയാണ്. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് അജിത്തിനെ കാണാനില്ല. സൂസൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വോയിസ് കേൾക്കുന്നത്. അത് അവളുടെ ഫിയാൻസി ആയിരുന്നു. അവൻ പറയുകയാണ്, നീ ഇത്ര പെട്ടെന്ന് നടുതെരുവിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അജിത്ത് നിന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് കല്യാണം കഴിച്ചത്. പൈസ കിട്ടില്ല എന്നായപ്പോൾ അവൻ നിന്നെ റോട്ടിൽ ഉപേക്ഷിച്ചു പോയി എന്ന്. എന്നാൽ ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അജിത്ത് അങ്ങനെ ഒരു ആളല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നട്ട പതിരായിരിക്കുന്നു. എത്ര നേരം എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഫിയാൻസിയുടെ കാറിന്റെ അവിടേക്ക് അവൾ പോവുകയാണ്. അപ്പോഴാണ് ഫിയാൻസിയുടെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ അവളുടെ ഫ്രണ്ട് ഇരിക്കുന്നത് കാണുന്നത്. അവൾ എന്തിനാണ് ഇപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് എന്ന് സൂസൻ ചോദിക്കുകയാണ്. അപ്പോൾ ഫിയാൻസി പറയുകയാണ്, അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം, ഇപ്പോൾ കാറിൽ കയറി എന്ന്. അപ്പോഴേക്കും അജിത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സൂസൻ അജിത്തിനോടായി പറയുകയാണ്, എവിടെ പോയിരുന്നു ഇത്ര നേരം, ഫ്രൂട്ട്സ് എല്ലാം വിറ്റില്ലേ എന്ന്. അപ്പോൾ അജിത്ത് പറയുകയാണ്, ആ ഫ്രൂട്ട്സ് എല്ലാം എന്റെ റെസ്റ്റോറന്റിലേക്ക് വേണ്ടിയാണ് കൊണ്ടുപോയിരുന്നത്. നീ എന്നെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞ സൂസനെ അവൻ കളിയാക്കുകയാണ്. എന്നിട്ട് അജിത്ത് പറയുകയാണ്, എന്റെ വൈഫിന്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് റിംഗ് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല, അതുകൊണ്ട് തന്നെ നിനക്കൊരു റിംഗ് വാങ്ങിക്കാൻ പോയതാണ് ഞാൻ എന്ന്. എന്നിട്ട് ബോക്സിന്റെ ഉള്ളിൽ നിന്നും ഒരു ഡയമണ്ട് റിംഗ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിയാൻസി വന്നിട്ട് പറയുകയാണ്, അതവൻ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചിട്ട് വന്നതാകുമെന്ന്. അപ്പോൾ അജിത്ത് ഫിയാൻസിയോടായി പറയുകയാണ്, മോഷ്ടിക്കാൻ മാത്രം ഞാൻ അത്ര വൃത്തികെട്ടവനല്ല എന്ന്. ഇതിന്റെ റെസ്റ്റോറന്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് മേടിച്ചതാണ് എന്ന്. എന്നിട്ട് അച്ഛൻ സൂസന്റെ കയ്യിൽ ആ റിംഗ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയി ഇരിക്കുകയാണ്. ഇത് കാണുന്ന ഫിയാൻസിക്ക് വെറും ഒരു പഴക്കച്ചവടക്കാരനെ കല്യാണം കഴിച്ച് ഇവൾ ആകെ കഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അവന് ഇതൊക്കെ കണ്ട് ഭയങ്കര ടെൻഷനായി അവിടെ നിന്നും പോവുകയാണ് ഗൈസ്.